പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു സിനിമ കണ്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിലൂടെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതിന് എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 2 ദിവസം മുന്നേ ഞാൻ വനിത തിയേറ്ററിൽ പോയി ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ അഭിപ്രായം ഞാൻ നമ്മുടെ ചാനലിൽ വന്ന് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, എന്താണ് എനിക്ക് ആ സിനിമയെ പറ്റി തോന്നിയത്, അതിനകത്ത് ആരൊക്കെ നന്നായി അഭിനയിച്ചു, ആരുടെ അഭിനയം എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിലുള്ള ഓരോരുത്തരെ പറ്റിയുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് എനിക്ക് ഇങ്ങനെ തോന്നിയെന്ന് വെച്ച് പോലും അതൊരു മോശം സിനിമ ആവില്ല, എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം എന്നാവശ്യപ്പെട്ടു. ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ വീഡിയോ അവർ റിമൂവ് ചെയ്തു. എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറോടാണ്. നിങ്ങളുടെ പേരും വെച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ പൈസ കൊടുത്ത് ഏൽപ്പിച്ച, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ടീം എൻ്റെ വീഡിയോ നിങ്ങളെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചത്. അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ മാർക്കറ്റിംഗ് ടീം ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ തന്നെ ഞാനിട്ട 2 സിനിമകളെ പറ്റിയുള്ള അഭിപ്രായം ഇതേപോലെ അവർ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിൽ പോലും ഞാൻ യൂട്യൂബിന് അപ്പീൽ കൊടുത്ത് പ്രൂഫ് സഹിതം കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ 2 വീഡിയോയും തിരിച്ച് യൂട്യൂബ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പോയ 2 വീഡിയോസും തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേ മാർക്കറ്റിംഗ് ടീമാണ് അന്നും എനിക്കെതിരെ ഇങ്ങനൊരു സംഭവം ആരോപിച്ചത്. ഞാനത് പ്രൂഫ് സഹിതം തെളിയിച്ച് എനിക്ക് വീഡിയോ തിരിച്ച് യൂട്യൂബ് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എൻ്റെ ചാനൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾ പ്രൊഡ്യൂസറായിട്ടുള്ള നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ നിങ്ങളെ പറ്റിക്കണതാണ്. നിങ്ങളിപ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല, അത് ഒരു പെയ്ഡ് സർവീസ് ആണോ ഇല്ലയോ അതെനിക്കറിയില്ല. എന്തായാലും എങ്ങനെയാണ് നിങ്ങളെ പറ്റിക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ എനിക്ക് കാര്യമായിട്ട് വർക്കായില്ലെങ്കിൽ പോലും ഞാൻ അതിനകത്ത് നിങ്ങളുടെ സിനിമയിൽ ആരൊക്കെ നന്നായി അഭിനയിച്ചു, ഇന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു പർട്ടിക്കുലർ ഡയറക്ടർ അതിനകത്ത് വളരെയധികം നല്ല രീതിയിൽ കോമിക്കൽ വേർഷൻസ് കൈകാര്യം ചെയ്തു, പുള്ളി വരുമ്പോഴൊക്കെ എനിക്ക് ചിരി വന്നു. എന്താണ് ഈ സിനിമയിൽ ആകെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൈർഘ്യം വളരെ ഷോർട്ടാണെങ്കിൽ പോലും അത് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിലുള്ള ആക്ട്രസ് നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ അതിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ഇങ്ങനെ അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. അതിലെ നടൻ എന്ത് നന്നായിട്ട് അഭിനയിച്ചു, എനിക്ക് ആളെ എത്രത്തോളം ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്ക് ആ നടനെ എത്രത്തോളം ഇഷ്ടമാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെയും വൈഫിനെയും, വൈഫിൻ്റെ അച്ഛനും അമ്മയും, വൈഫിൻ്റെ അനിയത്തി, ഹസ്ബൻഡ് എല്ലാവരും ചേർന്ന് ഞങ്ങൾ PVR ഫോറം മോളിൽ ഈ സിനിമ പോയി കാണാനിരിക്കുകയായിരുന്നു. അപ്പം 7 പേരുടെ ടിക്കറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എടുക്കാൻ തയ്യാറായിരുന്നു 7 വീണ്ടും ടിക്കറ്റ്. ഓൾറെഡി ഞാനിത് എൻ്റെ കയ്യിൽ പൈസ വെച്ച് പർച്ചേസ് ചെയ്ത് ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ആദ്യ ദിവസം കാണാൻ പോയത്. ഇതിന് ശേഷം 7 ടിക്കറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് എനിക്ക് ആ സിനിമ ഇങ്ങനെ ആണെങ്കിൽ പോലും എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ആ സിനിമ വീണ്ടും ഇവരെയും കൊണ്ട് കാണിക്കാൻ പോകാനിരിക്കുന്നത്. ഇപ്പം എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എനിക്ക് പല സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ അവരെ 2ാമത് തിയേറ്ററിൽ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് തന്നെ തിയേറ്ററിൽ പോകാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ഞാനാണ് എപ്പോഴും കൊണ്ടുപോകുന്നത്. നമുക്ക് അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം എൻ്റെ അനിയൻ സുഖമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അവനായിട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അമ്മയെ അവൻ ഉറങ്ങുന്ന ടൈമിൽ ഞങ്ങളിവിടെ ആരെങ്കിലും ഒരാൾ നിന്നിട്ട് പോവുകയോ അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഷോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോയ സിനിമകളുണ്ട്. മലൈക്കോട്ടെ വാലിബൻ എനിക്ക് കാര്യമായിട്ട് വർക്കാവാത്ത സിനിമ എങ്കിൽ പോലും 2ാമത്തെ തവണ ഞാൻ എൻ്റെ വലിച്ചനും വലിയമ്മ, അമ്മയൊക്കെ, അനുഭവൊക്കെ ആയിട്ട്, വൈഫൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി കാണാൻ പോയതാണ് ജി സിനിമാസിൽ. അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഈ സിനിമ എൻ്റെ അമ്മക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അൽത്താഫ് സലീം എന്നുള്ള നടനെ വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോകാനിരിക്കുകയായിരുന്നു ഞാൻ. PVR ഫോറം മോളിൽ ഈ സിനിമയുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 240 രൂപ എന്തുമാണ്. അപ്പോൾ 240 × 7 പേര് നിങ്ങൾ ആലോചിച്ച് കൂട്ടെ, എത്ര രൂപയായി? എത്ര രൂപയായി? അത് പ്ലസ് ബുക്കിംഗ് ചാർജ് ഇതെല്ലാം നൽകി ഞങ്ങൾ പോകാൻ റെഡിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഈ സിനിമ കാണണ്ട എന്നുള്ള അവസ്ഥയായി. കാരണം എൻ്റെ ചാനലിലുള്ള ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം റിമൂവ് ചെയ്ത് നിങ്ങൾ കളഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളോടിപ്പോൾ ഈ സിനിമയോടും വളരെ സങ്കടവും ദേഷ്യമായി മാറി. അതുകൊണ്ട് ഇവർക്ക് ഈ സിനിമ കാണണ്ട എന്നുള്ള അവസ്ഥയാണ്.
ഇതിപ്പോൾ ആർക്ക് നഷ്ടമുണ്ടായി? നിങ്ങൾ പ്രൊഡ്യൂസറായ നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കി ഇത് ഇതിനു വേണ്ടി പൈസ മുടക്കി ഇത് ചെയ്ത ആളായ നിങ്ങളുടെ പൈസയാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ മറ്റേ മാർക്കറ്റിംഗ് ടീമിന് ഓൾറെഡി ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് അവർ ഓരോന്നും കാണിച്ചു കൂട്ടും. പക്ഷേ നിങ്ങൾക്കാണ് ഇതിന് നഷ്ടം വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല, ഒരു ഇതുമില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പോലും, അതായത് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലും ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ സിനിമ എന്തിനു പോയി കാണണം? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ സിനിമ എന്തിനു പോയി കാണണം? അങ്ങനത്തെ ഒരു രീതിയായിപ്പോയി ഇവർക്കിപ്പോൾ. മനസ്സിലായില്ല? ഞാനിത് ഈ വീഡിയോയിലൂടെ എന്താണ് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, തീർച്ചയായിട്ടും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ PVR പോയി സിനിമ കണ്ടാനെ. എനിക്ക് ഉറപ്പാണ് ഇവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മേനെയും വൈഫിനെയും എനിക്കല്ലേ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇത് ഫാമിലി ഓഡിയൻസിന് വളരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ വിഭിന്ന അഭിപ്രായമുള്ളൊരു സിനിമയാണ് മാളികപ്പുറം. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്കും വൈഫിനും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിലൂടെ ഒരു സിനിമയെ പറ്റിയും ആ സിനിമ വളരെയധികം മോശമാണ്, അതാരും പോയി കാണരുത്, അങ്ങനെ ഒരു പറഞ്ഞൊരു ചരിത്രം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എടുത്തു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്ത് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയും മോശമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ പറയാനില്ലാത്തൊരു സിനിമ ഞാൻ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഇടത്ത് പോലും ഇല്ല. ഒരു സിനിമയുണ്ട് പർട്ടിക്കുലർ ഒരു പടം, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ കൂടിയായിട്ട് പോലും ഞാൻ അവരോട് കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു പോസിറ്റീവ് പോലും ഇല്ല. പിന്നെ ഞാനിങ്ങനെ ഒരു പോസിറ്റീവ് പോലും ഇല്ലാതെ ഞാൻ എന്താണ് വീഡിയോയിൽ ഇടേണ്ടത്? എന്തിടണം? ഒന്നുമില്ലാതെ അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു വീഡിയോ ഇടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായമേ ഞാൻ പറയില്ല. അതുപോലെ വേറെ 2-3 സിനിമകളുണ്ട് ഞാൻ കണ്ടിട്ടും വീഡിയോ ഇടാത്ത സിനിമകളുണ്ട്. കാരണം ഒരു കാര്യം പോലും പോസിറ്റീവ് ഉണ്ടായിരുന്നില്ല പറയാൻ. അതുപോലെ അല്ല നിങ്ങളുടെ സിനിമ. ഞാൻ ഈ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. 2 കാര്യം. ഇത് 2 മണിക്കൂർ 3 മിനിറ്റോളം ഉള്ള സിനിമയായിട്ട് കൂടി അതൊരു 3 മണിക്കൂറിൻ്റെ ഒരു പ്രതീതി എനിക്ക് തോന്നി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അതല്ലാതെ വേറെ ഒന്നും ഞാൻ പറയില്ല. പിന്നെ ഇത് എനിക്ക് എങ്ങനെ ഉള്ളൊരു സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഓക്കെ പടം അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലും ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ സിനിമാക്കാർക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ഗതികേടാണ്. ഞങ്ങൾ സിനിമ ആരെങ്കിലും ഓശാനത്തിനോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ എന്തെങ്കിലും ആരെങ്കിലും ഫ്രീ ടിക്കറ്റ് കൊണ്ട് തന്നിട്ട് പോകുന്നവരല്ല. എനിക്കങ്ങനെ വേണ്ട. എനിക്ക് സിനിമ മേക്കേഴ്സിൻ്റെ ഇടയിൽ സംവിധായകരായാലും പ്രൊഡ്യൂസറായാലും ഒരുപാട് ആൾക്കാരെ അറിയാം. ഞാൻ അവരുടെ സിനിമ പോലും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഫ്രീ ടിക്കറ്റ് കൈപ്പറ്റി പോയി ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ എന്നും ബുക്ക് മൈ ഷോയിലൂടെ അല്ലെങ്കിൽ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടാണ് ഒരു സിനിമയ്ക്ക് ഞാൻ സിനിമ കാണാൻ കയറുന്നത്. അതിപ്പോൾ ആരുടെ സിനിമയായാലും എൻ്റെ ഏറ്റവും അടുത്ത വളരെ അടുത്തൊരു കൂട്ടുകാരൻ്റെ സിനിമകൾ പോലും ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ സിനിമ പോയി കണ്ടായത് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ എന്തുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്ര പ്രശ്നം എന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ചിന്തിക്കും. നിങ്ങളുടെ പൈസയാണ് ഇവരുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ബേസിസിൽ കൊണ്ടുപോയി കളയുന്നത്. കാരണം ഈ പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് ടീമിന് എന്നോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. ഇത് നന്നായിട്ട് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേയുള്ള 2-3 സിറ്റുവേഷൻസിൽ ഇവർക്ക് എന്നെ തകർക്കാൻ ശ്രമിച്ചിട്ട് തകർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പ്രൂഫ് സഹിതം യൂട്യൂബിന് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് എനിക്ക് വീഡിയോ തിരിച്ച് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനോടുള്ള ദേഷ്യം എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇതിലൂടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ പൈസയാണ്. കാരണം നിങ്ങൾക്ക് കിട്ടാനിരിക്കേണ്ട ഒരു തുകയാണ് പോയി കിട്ടിയത് ഇപ്പോൾ. കാരണം ഞാൻ ഈ സിനിമ ഫാമിലിയായിട്ട് കാണാൻ പോയിരുന്നെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു? ഏകദേശം 2000 രൂപ എടുത്ത് കിട്ടുമായിരുന്നു. പോയില്ലേ അത്? അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ വീണ്ടും പറയാൻ എനിക്കൊരു വിരോധമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് മടുപ്പായിപ്പോയി. ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആരും ആയിക്കോട്ടെ, പക്ഷേ ആ സിനിമയോട് ഒരു ഇതായി പോയി. ഇപ്പം അത് കാണണ്ട എന്നുള്ള ഒരു ഇതായി മാറി. തിയേറ്ററിൽ പോയി എന്തായാലും കാണണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി ഇവരുടെ. അതുകൊണ്ട് ഇത് ആർക്കാണ് ഇപ്പോൾ ദൂഷ്യം ചെയ്താൽ കണ്ടില്ല. ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസറിൻ്റെ പൈസ കിട്ടേണ്ട പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ഇതുപോലെ എന്തോരം പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്തോരം പേർക്ക് ഇങ്ങനെ ഇത് തോന്നിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കാര്യം മാത്രം ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. പക്ഷേ
എനിക്ക് സങ്കടമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ പറ്റി ഞാൻ അരുതാത്തതൊന്നും പറഞ്ഞിട്ടുമില്ല. എന്താണോ എൻ്റെ മനസ്സിൽ തോന്നിയത് വളരെ സത്യസന്ധമായിട്ട് ഞാനത് പറഞ്ഞിട്ടുള്ളൂ. ഈ ചാനലിലൂടെ എന്നും ഞാൻ ആ ഒരു കാര്യം ഞാൻ എന്നും പാലിക്കുന്നതാണ്. അത് ആരുടെ എത്ര ഇഷ്ടപ്പെടുന്ന നടൻ്റെ സിനിമ ആയിക്കോട്ടെ, സംവിധായകൻ്റെ സിനിമ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ തുറന്ന് പറയാണ്ട്. ഒരിക്കൽ പോലും ഞാനൊരു അസഭ്യ വാക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പേഴ്സണൽ അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പൊതുവായ രീതിയിൽ ഞാൻ ഇതാരും പോയി കാണരുത്, ഇത് എന്തൊരു കച്ചറപ്പടമാണ്, കൂതറപ്പടമാണ്, അങ്ങനെ പറഞ്ഞ ചരിത്രമില്ല എൻ്റെ ഈ ചാനലിൽ. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ആ സിനിമ വർക്കായില്ല, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അത്ര നന്നായി തോന്നിയില്ല, അങ്ങനെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളോട് പോയി കാണരുതെന്ന് പറയാറുള്ളൂ. കുറേ പേര് കമൻറ്റ് ഇടും, അയ്യോ ഇത് എന്ത് കുറപ്പടം അങ്ങനെയൊക്കെ. അപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, ജനറലൈസ് ചെയ്യല്ലേ. അത് മാത്രമല്ല ചില വീഡിയോസ് കണ്ടിട്ട് പോകണ്ടെന്ന് തീരുമാനം പോലെ കമൻറ്റ് ഇട്ടാൽ ഞാൻ പറയാം അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായം മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ തീർച്ചയായിട്ടും കാണണം, അതിനുശേഷം നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എടുക്കുക. ഈ റീസെൻ്റ്ലി ഒരാൾ വന്നിട്ട് ഇതിൽ ഏത് സിനിമ കാണണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലേ? നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ പോയി തിയേറ്ററിൽ കണ്ടിട്ട് അഭിപ്രായം എടുത്താൽ പോരെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടാലും മതി എന്ന് ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോസിലൂടെയൊക്കെ പറയാറുണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. റീസെൻ്റ്ലി ഞാനൊരു സിനിമ കണ്ടു, ഫ്യൂറിയോസ എന്നുള്ള സിനിമ ഉണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരുപാട് സിനിമയുടെ കേസ് ഞാൻ പറയാറുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയും, നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, നേരെ പോയി സിനിമ കാണുമെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ തോന്നാം എനിക്കങ്ങനെ പറയാൻ. അത്രയത്തോളം ഒരു സിനിമ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വെറുതെ എല്ലാത്തിലും കയറി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ സിനിമയിൽ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി സിനിമ കാണണം, ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടും, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സിനിമാക്കാരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമകളെയോ നമ്മൾ വാഴ്ത്തി പാടുകയോ അല്ലെങ്കിൽ പുകഴ്ത്തി പറയുന്ന വീഡിയോസ് മാത്രം ഇവിടെ നിലനിൽക്കണം. ബാക്കി എന്ത് പറഞ്ഞാലും അവനെ അടിച്ചമർത്തുക, അങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് കളയുക, ഇങ്ങനൊരു ടെൻഡൻസിയാണ്. ചില ആൾക്കാർ ഭയങ്കര പ്രോഗ്രസീവ് സംസാരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് അവസാനം അവരുടെ സിനിമകൾ ഇതൊക്കെ വരുമ്പോഴേക്കും ഉടനെ തന്നെ എന്താണ് അത് അടിച്ചു തൂക്കുക എന്നുള്ള രീതിയാണ്. എല്ലാവർക്കും കോപ്പറേറ്റ് കൊടുക്കൽ, എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കൽ, എല്ലാവരുടെയും വീഡിയോ റിമൂവ് ചെയ്യൽ വളരെ മോശം പ്രവണതയാണ്. ഭയങ്കര മോശം പരിപാടിയാണത്. വളരെയധികം നമ്മൾ ബഹുമാനത്തോടെ കാണുന്ന ചില ആൾക്കാർ വരെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര മോശമാണ്. എനിക്ക് ഈ സിനിമയുടെ ഭാഗത്ത് ഇങ്ങനൊരു സംഭവം വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മാത്രമൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ എന്തോരം നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇവർ ഈ പറഞ്ഞ ഒരു നല്ല കാര്യം പോലും നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡ്യൂസറായ നിങ്ങളുടെ അറിവില്ലാതെയാണോ ഈ പരിപാടി കാണിച്ചത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. എന്തായാലും ഞാൻ എനിക്ക് വന്ന ആ ഒരു പർട്ടിക്കുലർ മെയിലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പേജിൽ ഞാൻ ഇട്ടേക്കാം, കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. നിങ്ങൾ അറിയാതെ ചെയ്ത പരിപാടിയാണെങ്കിൽ നിങ്ങളത് തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ നടപടിയല്ല. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിനിമ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആ സിനിമ ടിക്കറ്റിൻ്റെ ടിക്കറ്റ് കിട്ടുമ്പോൾ അതിനകത്ത് എന്ത് പോസ്റ്ററാണോ കാണിച്ചിരിക്കുന്നത് ആ പോസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം ആ ടിക്കറ്റ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് കഴിയുമ്പോൾ ആ ടിക്കറ്റിൻ്റെ കോണ്ടൻസ് എൻ്റെയാണ്. ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ വരുന്ന അതിൻ്റെ കവറോ അതിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ അതൊരു ടിക്കറ്റാണ്, ആ ടിക്കറ്റ് എൻ്റേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ളിലുള്ള ആ ടിക്കറ്റോ അതിൻ്റെ ഭാഗങ്ങളോ ഉപയോഗിക്കാനുള്ള ഒബ്വിയസ്ലി അതിനുള്ള സംഭവം എനിക്കുണ്ട്. അതേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മൊബൈൽ ആയിക്കോട്ടെ, ആ മൊബൈലിലെ കവറിലിരിക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, അത് ഇടാനുള്ള അർഹത എനിക്കുണ്ടല്ലോ. അത് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് അല്ലേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ടിക്കറ്റിനകത്ത് നിങ്ങൾ ഇമേജസ് ഇടരുത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ സിനിമയുടെ പോസ്റ്റർ അതിൽ ടിക്കറ്റിൽ കൂടെ എനിക്ക് തരുമ്പോൾ ആ ടിക്കറ്റിനകത്ത് എന്തൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഇടാനുള്ള അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇടാനുള്ള അവകാശം എനിക്കില്ല. എൻ്റെ വീട്ടിൽ ഇവിടെ സൈഡിൽ വെക്കാനുള്ള അവകാശം എനിക്കില്ലേ? എവിടെയാണെന്ന് വെച്ചാൽ വെക്കാനുള്ള അവകാശം എനിക്കില്ലേ? അത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ലേ. അപ്പോൾ ആസ് എ കൺസ്യൂമർ ഐ ഹാവ് ദ റൈറ്റ് ടു യൂസ് ഇറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് തെറ്റായ പ്രവണതയാണ്. അതിനെതിരെയൊക്കെ ഇങ്ങനെ ഫോൾസ് ആലിഗേഷൻ ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെ എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം. അതിപ്പോൾ എൻ്റെ നല്ല ആരുടെയും ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ നിങ്ങളെ തെറി വിളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ മോശപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ ആരും പോയി കാണരുതെന്ന് പറയുന്നവരോട് നിങ്ങൾ പ്രതികരിക്കണ പോലെയല്ല ഞങ്ങളെ പോലെയുള്ള ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നത്.
നിങ്ങൾ ഏതെങ്കിലും മറ്റേ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കുറേ കോപ്രായം കാണിച്ച് ഓരോന്നെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ സിനിമ പോയി കണ്ടിട്ട് അതിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ പ്രൊഫഷണൽസ് ഒന്നും അല്ല. ഞാനൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കി, ഞാൻ ഓൾമോസ്റ്റ് ഈ വർഷം ഇറങ്ങിയ എല്ലാ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് പടങ്ങൾ, ഹിന്ദി പടങ്ങളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഒരു സാധാരണ കോമൺ മാൻ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഒരു സിനിമയുടെ കേസിൽ ഞാൻ ആ സിനിമ ആരും പോയി കാണരുതെന്ന് പറഞ്ഞ ചരിത്രമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. അംബാനെ ശ്രദ്ധിക്ക്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മോശം. ഞാൻ വീണ്ടും പറയാനാണ്, ഞാനിവിടെ വീട്ടുകാരോട് കൺവിൻസ് ചെയ്യുന്നുണ്ട്, അതായത് ഒന്ന് നമുക്ക് പോയി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവർക്ക് താല്പര്യമില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച സ്വന്തം മോനെതിരെ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നേക്കണം. അതും അവനൊന്നും പറഞ്ഞിട്ട് പോലില്ല. അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ അമ്മയ്ക്ക് എത്ര ഇഷ്ടപ്പെടുന്ന നടനായിക്കോട്ടെ, എത്ര താല്പര്യം കാണാനുള്ള സിനിമ ആയിക്കോട്ടെ, അതിനോടൊരു ചെറിയ വിഷമവും വിരോധവും തോന്നും. അത് തന്നെ അമ്മക്ക് തോന്നുന്നുള്ളൂ. അമ്മ അത് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കത് കാണാൻ താല്പര്യമില്ല. എൻ്റെ വൈഫിൻ്റെ കേസിലും അത് തന്നെ അഭിപ്രായം. വൈഫിൻ്റെ ഫാമിലി എല്ലാവർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ബോധമുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള. ഇവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഭയങ്കര മോശമാണ്. ഇപ്പോൾ വേറെ ഒരുപാട് പേജുകൾക്ക് ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തനായ വേറൊരു സിനിമയുടെ അഭിപ്രായം പറയുന്ന ഒരാൾക്ക് ഇത് കഴിഞ്ഞ ദിവസം വേറൊരു സിനിമയുടെ കേസിൽ ഇത് തന്നെ വന്നിട്ടുണ്ട്. അതുകൂടി പറയുമ്പോൾ ഒരു കാര്യം പറയാം. എന്നോട് ഒരൊറ്റ സിനിമാക്കാർ പോലും എൻ്റെ വീഡിയോ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ അനുവാദം ചോദിച്ചിട്ടില്ല. അത് എൻ്റെ വീഡിയോ എടുത്ത് ഉപയോഗിക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ അനുവാദം ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ എല്ലാ സിനിമാക്കാരും എൻ്റെ ഓരോ വീഡിയോയുടെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആരോട് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? അവരെൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ റൈറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. അതിനെതിരെ ഒന്നും ഞാൻ ഒന്നും പറയാറുമില്ല. ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ ആ സിനിമയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ മോശപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും സംസാരിച്ചിട്ടില്ല. അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇവരെന്ന് ഞാൻ ചിന്തിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായതിൽ പിന്നെ തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ രാജ്യത്ത് സത്യസന്ധരായ ആൾക്കാർ വേണ്ടേ? ഇവരെ മാത്രം വാഴ്ത്തി പാടുന്ന അല്ലെങ്കിൽ എന്ത് കണ്ടാലും സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാർ മാത്രം മതിയോ? നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരാൾ ഒരു കാര്യം പറയുന്നത് കേൾക്കാനാണോ താല്പര്യം? അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ സുഖിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ മൊത്തം വാഴ്ത്തി പാടുന്നവരുടെ മാത്രം അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മതിയോ നിങ്ങൾക്ക്? അതുകൂടി അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ യൂട്യൂബിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ പ്രൂഫുകൾ സഹിതം പരാതികൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. 7 ദിവസം എന്തോ എടുക്കും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. നീതി ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും പ്രൊഡ്യൂസർ, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. കാരണം നിങ്ങൾ ഇവരെ ആക്ച്വലി പറ്റിക്കുകയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സത്യസന്ധരായ സാധാരണക്കാരായ ആൾക്കാർ നിങ്ങളുടെ സിനിമ പോയി കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല രീതിയിൽ ചെല്ലേണ്ട ഒരു സിനിമയെ ഇവർ ഇങ്ങനെ കുറേ പ്രവണതകൾ കാണിച്ച് നിങ്ങളെയും പറ്റിച്ച് ഞങ്ങളെയും കൂടെ വെറുപ്പിച്ച് ഈ സിനിമയോട് ഉള്ള ഇഷ്ടം ഇല്ലാണ്ടാക്കുകയാണ്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അത്രേ ഉള്ളൂ.